തേങ്ങയൊക്കെ ഉണ്ടല്ലേ ചേച്ചിയില് ഒരു കെട്ട് പയർ തന്നേക്ക്. മുപ്പല്ലേ അകത്ത ഉടക്ക പോയി അല്ലേ മൊത്തം എല്ലാം പോയി. അപ്പൊ ഇത് ഇതേപോലെ തന്നെ പുതുക്കി പണിയാനായിട്ട് കിട്ടും, കാശ് കിട്ടും, എവിടെന്നെങ്കിലും തരും. യാത്രകൾ അതൊരു പ്രത്യേക അനുഭവമാണ്. ഓരോ യാത്രകളും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പാലക്കാട് കൊല്ലങ്കോട് യാത്രയിൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും അതേകൂട്ട് തന്നെ അവിടുത്തെ കളത്തിലെ കാഴ്ചകളും ആ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളുടെ യാത്രയൊക്കെ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീണ്ടും കൊല്ലങ്കോട്ടേക്ക് വന്നേക്കേണ്ട. ഇപ്പോൾ നമ്മൾ താമരപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ താമരപ്പാടത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഈ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ താമരപ്പാടം കണ്ട, ഇപ്പോൾ ഈ മലനിരകളുടെ അടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അടിപൊളിയ സംഭവമാണ്. ഇവിടെ കാഴ്ചകളൊക്കെ സൂപ്പറാണ്. പാടവും നമുക്കിപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ പാടത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുക. നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഈ പാടത്തോട്ടൊക്കെ ശരിക്ക് കുറേ ഏരിയയൊക്കെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. മാടങ്ങളും ഇതൊക്കെ കണ്ട് കുറേ നടക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതേപോലെ തന്നെ മാലിന്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇവിടെ ഇടാൻ പാടില്ല കേട്ടോ. കാരണം ഇവിടെ ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ് ഈ സ്ഥലങ്ങളൊക്കെ. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറകൾക്ക് വേണ്ടി ഈ സ്ഥലങ്ങളൊക്കെ ഇതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കാനും അവർക്ക് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അവർ ബ്ലോക്ക് ചെയ്ത് കളയും. നമുക്ക് ഇറങ്ങാനും പറ്റില്ല, അങ്ങോട്ടും നടക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നടക്കുമ്പോൾ നമുക്ക് അറ്റത്തായിട്ടൊരു വീട് കാണുന്നുണ്ട്. വീടെന്ന് വെച്ചാൽ ഒരു പഴയൊരു വീട്, നല്ല ഭംഗി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ട് തന്നെ ആ മലനിരകളുടെ താഴെയായിട്ട് ആ വീട് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ മുന്നേ കൂടി ഒരു റോഡും ഉണ്ട്. ആ വെള്ളച്ചാട്ടമൊക്കെ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ വീടിൻ്റെ മുന്നിൽ തന്നെ ആയിട്ട് 2 ചേച്ചിമാർ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ചേച്ചി അവിടെ ആ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഒരു ചേച്ചി ഇരുന്നിട്ട് പച്ചക്കറി എന്തൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ ഈ റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്നത് നമുക്ക് ഈ റോഡിൽ കൂടി നടക്കുമ്പോൾ കാണാട്ടെ. പച്ചക്കറി വെണ്ടക്കയും ഈ അച്ചിങ്ങയൊക്കെ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഏരിയത്തേക്കൊന്ന് പോകാട്ടോ. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ്, ഭയങ്കര പഴക്കമുള്ള ഒരു വീടാണ്, ശൂന്യമായി കിടക്കുന്നൊരു വീടാണ്. എന്നാലും നമ്മുടെ പാടത്തൊക്കെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ചയാണ്. വീട് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പം അകലിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണിത്. ഫോട്ടോ കുറേ ആൾക്കാർ വീടിൻ്റെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരും. പയറും വാങ്ങൂല, ഒന്നും വാങ്ങൂല എന്നാട്ടാ ചേച്ചി പറയണം. പയർ എത്രയാണ്? 30 രൂപ ഒരു കെട്ട്. ഇതാരുടെ വീടാണ് ശരിക്കും? ഈ ചേച്ചിയുടെ. ആ ഇപ്പൊ താമസിക്കണ്ട് ഇവിടെ? ആ പൊട്ടിപ്പൊളിഞ്ഞു പോയി. എന്താണ് കാറ്റും മഴ? വീട് പണിയാണുള്ളതൊന്നും കിട്ടണല്ല, പൈസ കിട്ടൂല. അതെ, പയറ് 30 രൂപ അല്ലേ? ഇതിനാ വെണ്ടക്കെ നമ്മളെ തോട്ടത്തിൽ തന്നെയാണല്ലോ. തോട്ടം എവിടെയാണ്? അപ്പുറത്ത്. അതെ, പയറേം വാങ്ങിക്കാം കേട്ടാ. വിഷമില്ലാത്ത പയറാണ് അല്ലേ? മരുന്നൊന്നുമില്ല. ആൾക്കാരെന്താ ചെയ്യുന്നു? ഇപ്പൊ ഒഴിവോടെ വരാ പറഞ്ഞിട്ട് ശനി നായർ നല്ല തിരക്കല്ല. തേങ്ങയൊക്കെ ഉണ്ടല്ലേ ചേച്ചിയില്? അതെ, ഞങ്ങളുടെ അവിടുത്തെ ചേട്ടൻ കൂടെ കൊണ്ടിട്ട് വാങ്ങിച്ചിട്ടേ കച്ചവടമാണ്. അതും കച്ചവടമാണേ. നിങ്ങളുടെ പറമ്പല്ല? ഞങ്ങൾക്ക് പറമ്പില്ല. തുറക്കാൻ പറ്റുമോ? ഇതൊന്നും തുറക്കാൻ തുറന്നിട്ടില്ല. അതന്നെ കാണുന്നു. ഞങ്ങൾക്ക് പറമ്പും കാര്യമൊന്നുമില്ല. അതിനുള്ളൂ ഞങ്ങളുടെ അവൻ തേങ്ങ കച്ചവടം വാങ്ങി വിൽക്കുക. അവന് പെണ്ണും കുട്ടിയും മക്കളും കൂടെ അല്ലേ. അപ്പൊ അവൻ കുറച്ച് വാങ്ങിക്കൊണ്ട് വിട്ടതാണ്. അകത്ത ഉടക്ക പോയി അല്ലേ? മൊത്തം എല്ലാം പോയി. അപ്പൊ ഇത് ഇതേപോലെ തന്നെ പുതുക്കി പണിയാനായിട്ട് കിട്ടും, കാശ് കിട്ടും, എവിടെന്നെങ്കിലും തരും. പറഞ്ഞു ഞാന്
അനവധി ന്യൂസിലും കൊടുത്തു, എല്ലാം കൊടുത്തു, എന്നെ ഫോട്ടോ കൊടുത്തു. അനവധി ദുബായിലടക്കം വന്നവർ ഫോട്ടോ കൊടുത്തു. 2 വർഷമായില്ലേ കിട്ടണേ. വീട്ടിലാരൊക്കെ ഉണ്ടപ്പോ? ആര്? എൻ്റെ 2 അനിയന്മാർ താഴെ, എൻ്റെ താഴെ. അവർ പെണ്ണ് കെട്ടി. ഒരാൾ തൃശ്ശൂരിൽ നിന്ന് കെട്ടി, ഒരാൾ അവിടെ നിന്നാണ് കെട്ടിയിരിക്കുന്നത്. അത് അവരുടെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിലാണ്. ഇത് ഞാനാ താമസിച്ചത്. എൻ്റെ അച്ഛനമ്മയും മരിച്ചു, ചേച്ചിയും മരിച്ചു, ഞാനും മാത്രമേ ഉള്ളൂ. അത് കാരണം എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ആരുടെയും വേണ്ട എന്തെങ്കിലും ചെയ്യും. ഒന്നും പറ്റില്ല. അപ്പൊ ഇപ്പുറത്ത് താമസിക്കണോ ചേച്ചി? അവിടെ മാസം 300 രൂപ. അതൊരു റൂം എന്നുള്ളത്, അവിടെ താമസിക്കും. ഇത് നേരെയാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിരിക്കാൻ പറ്റും. ഇപ്പൊ സഹായങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ കിട്ടണ്ടേ അല്ലേ? അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പയർ ഒരു കെട്ട്, ഒരു കെട്ട് പയർ തന്നേക്ക്. 30 അല്ലേ? പയറും വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ, വേറെ പച്ചക്കറികളൊന്നുമില്ല. ഈ മാസം കഴിയണം. ആ മറ്റേ വരണ വഴി ഈ കപ്പയൊക്കെ കണ്ടല്ലോ. കപ്പക്ക നമുക്കില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റുമോ നമുക്ക്? ആ സീതാർ കൊണ്ട് പോകാൻ പറ്റൂലേ? 1 കിലോമീറ്റർ. ഈ വാമല എന്ന് പറയണ ഇവിടെ ഇവിടെ നിന്ന് എന്തോരം ഉണ്ട്? അവിടെ കൊല്ലംകോട് പോയിട്ട്, കൊല്ലംകോട്ടിന്ന് കോയിലോമ്പൊക്കെ പറയും. കൊല്ലംകോട്ടിന്ന് അങ്ങോട്ട് ഒരു റോഡുണ്ട് പലച്ചേന, അവിടെ പോയാൽ അപ്പൊ ഇതേതാ സ്ഥലം? താമരപ്പാടം. സീതാർകുണ്ട് താമരപ്പാടം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സീതാർകുണ്ടിലേക്ക് ആകെ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സീതാർകുണ്ടിലേക്ക് പോവാം. ഈ വാമല നമുക്ക് അടുത്ത വീഡിയോയിൽ പോകട്ടെ. ഏകദേശം ഒരു 24 കിലോമീറ്ററോളം കൂടെ ഒന്ന് വാമലയിലേക്ക് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ലോങ് ആയി പോകും വീഡിയോ. അപ്പോൾ നമ്മൾ സീതാർകുണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ ഒരുപാട് പേര് ഇതുപോലെ കച്ചവടത്തിന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെറുതിന് പച്ചക്കറി കച്ചവടത്തിനായിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പലരും അത് വാങ്ങിക്കാതെ പോകുമെന്നാണ് പറയുന്നത്. വാങ്ങിക്കാതെ പോകുമെന്ന് പറഞ്ഞാൽ പലരും വില പേശി, ഇവരുടെ സാധനത്തിന് വില പേശി മേടിച്ച് കൊണ്ടുപോക്കാണ് പതിവ്. ഇവരോടൊക്കെ വില പേശാണ് എന്തിനാണല്ലേ? അതൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. നമ്മൾ വലിയ കടകളിലൊക്കെ ചെന്ന് വില പേശാൻ നിൽക്കാറുണ്ട്. ഒരിക്കൽ 10-20 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വില പേശാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നാൾ മുമ്പ് ഈ സീതാർകുണ്ടിലേക്കൊക്കെ വിടണുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ നെല്ലിയാമ്പതി മലയുടെ മേലെ നിന്ന് 2 പേര് വീണ് മരിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സീതാർകുണ്ടിലേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സീതാർകുണ്ടിലേക്ക് എത്തുകയാണ്. നമ്മൾ ആ കാണുന്ന വെള്ളച്ചാട്ടം കണ്ട ആ വെള്ളച്ചാട്ടം ഒഴുകിയാണ് ഈ സീതാർകുണ്ടിലേക്ക് എത്തുന്നത്. ആ നെല്ലിയാമ്പതി മലനിരകളുടെ മേലെ നിന്ന് വരുന്ന വെള്ളമാണ് ഒഴുകി സീതാർകുണ്ടിലേക്ക് എത്തുന്നത് കേട്ടോ. പണ്ട് സീത കുളിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് സീതാർകുണ്ട്. വനവാസകാലത്ത് ശ്രീരാമനും സീതാദേവിയൊക്കെ ഈ ഭാഗത്ത് താമസിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് പല വഴികളുണ്ട്. ഓരോ വഴിയിലൂടെയും ഓരോരുത്തരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇതിൽ. എന്നാലും ഇത് സേഫ്റ്റി ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം പാറക്കല്ലുകൾ അതിൽ എപ്പുറമൊക്കെ ആയിട്ട് പാറക്കല്ലുകൾ തന്നെയാണ്. വഴുക്കലും അങ്ങനെയുള്ള ആകെ പായൽ പിടിച്ചിരിക്കുന്ന പാറക്കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അപകടം ഉറപ്പാണ്. പിന്നെ വെള്ളം എപ്പോഴാണ് കൂടുതൽ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമായിട്ടാണ് തോന്നുന്നത്. അപകടം ഉള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത്. കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട. നമുക്ക് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ പാലക്കാട് കൊല്ലംകോട് യാത്രയിൽ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാമലയിലേക്കാണ്. വാമലയില അടിപൊളി വ്യൂസാണ്. വാമല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.